മരിക്കാനായ ആ അവിശ്വാസിയുടെ കണ്ണെവിടെയാണോ നീട്ടിയത് അവിടെ ചെന്ന് അവരിയ്ക്കും. മലക്കുൽ മൗത്ത്, പിന്നീട് മലക്കുൽ മൗത്ത് വരും. മലക്കുൽ മൗത്തും അവന്റെ തലയുടെ ഭാഗത്ത് വന്നിരിക്കും. ഫയഖൂൽ, എന്നിട്ട് മലക്കുൽ മൗത്ത് പറയും, അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, ദുഷിച്ച ആത്മാവേ, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളബ്, അല്ലാഹുവിന്റെ കോപത്തിലേക്കും അല്ലാഹുവിന്റെ ക്രോധത്തിലേക്കും നീ പുറപ്പെടുക എന്ന് പറയും. ഖാല, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ബർറാൻ പറയാണ്, ഫതുഫറഖു ഫീ ജസദിഹി, അവന്റെ ശിഥിലമാക്കപ്പെടും, ശരീരത്തിനകത്ത് പിന്നെ ഞരമ്പുകൾ മുറുങ്ങപ്പെടും. ഫയൻതസിഉഹാ കമാ യുൻതസഉ സഫൂദു മിനസ്സൂഫിൽ മബ്ലൂൽ, നനഞ്ഞ ഒരു പഞ്ഞിക്കെട്ടിനകത്ത് കടകോൽ പുറത്തേക്കെടുക്കുന്നത് പോലെ മലക്കുകൾ എന്ത് ചെയ്യും? മലക്കുൽ മൗത്ത് അവന്റെ ആത്മാവിനെ പിടിച്ചു പുറത്തേക്കെടുക്കും. അതാണ് വന്നാസിയാത്തി ഗറഖാ, ആഴത്തിൽ ചെന്ന് ആത്മാവിനെ ഊരിയെടുക്കുന്ന മലക്കുകൾ. ഒരു മുനാഫിഖിന്റെ മരണം ഇങ്ങനെയാണ്. മുസ്ലിമാണ്. വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. അമ്മാ ബഅദ് فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുകയും അതനുസരിച്ച് ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും തുടക്കത്തിൽ തന്നെ വസിയത്ത് ചെയ്യുന്നു. സത്യവിശ്വാസികൾ അവരുടെ മരണസമയത്ത് സന്തുഷ്ടരായിരിക്കുമെന്നും സത്യവിശ്വാസികളുടെ മരണം ഏതെല്ലാം അവസ്ഥകളിലായിരിക്കുമെന്നും നാം നേരത്തെ മനസ്സിലാക്കുകയുണ്ടായി. രണ്ട് തരം മരണം മാത്രമേ ഉള്ളൂ. ഒന്ന് വിശ്വാസികളുടെ മരണം, രണ്ട് നിഷേധികളുടെ മരണം. നിഷേധികളുടെ മരണം എന്നുള്ളതിന് കാഫർ, ഫാജിർ, മുനാഫിഖ്, ഈ മൂന്ന് പ്രയോഗങ്ങൾ സ്വഹീഹായ ഹദീസുകൾ കാണാം. കാഫറിൻ്റെ മരണം, മുനാഫിഖിൻ്റെ മരണം, ഫാജിറിൻ്റെ മരണം, ഇതൊക്കെ ഒന്നാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളുടെ കാര്യത്തിൽ അതിരുവിട്ടവരാണ്. അതായത് അള്ളാഹു കൽപ്പിച്ചത് വർജിക്കുകയും അള്ളാഹു വിരോധിച്ചത് ചെയ്യുകയും ചെയ്തവരായിരിക്കും ഇവർ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരായി, ദീനിനെതിരായി, സത്യവിശ്വാസികൾക്ക് എതിരായി നിലകൊണ്ട് മരണമടയേണ്ടി വരുന്ന ആളുകൾ. അവരുടെ മരണത്തിൻ്റെ അവസ്ഥയിൽ ഒന്നാമത്തേത്, മരിക്കാൻ നേരത്ത് അവർക്ക് സത്യം ബോധ്യപ്പെടും എന്നുള്ളതാണ്. മരിക്കുന്നവരെ ചിലപ്പോൾ സംശയത്തിലായിരിക്കും, ചിലപ്പോൾ ആശയക്കുഴപ്പത്തിലായിരിക്കും, ചിലപ്പോൾ അറിഞ്ഞിട്ടും സത്യം അവർക്കറിയാം. എന്നാലും ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്കും അധികാരങ്ങൾക്കുമൊക്കെ വേണ്ടി സമൂഹം തള്ളിപ്പറയാതിരിക്കാൻ അസത്യത്തിൽ അങ്ങനെ തുടർന്നു പോരുന്നവരായിരിക്കും. പക്ഷെ മരിക്കാൻ നേരത്തെ അവർക്ക് ബോധമുണ്ടാവും, ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ച വിശ്വാസം ശരിയല്ല, ഞങ്ങളുടെ നിലപാടുകൾ ശരിയല്ല, സത്യവിശ്വാസികളോട് ഞങ്ങൾ സ്വീകരിച്ച രീതി ശരിയല്ല എന്നൊക്കെ അവർക്ക് ആ മരിക്കാൻ നേരത്തെ അവസാന ഘട്ടത്തിൽ ബോധ്യം വരും. ആ ബോധ്യം അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം ആ ബോധ്യമുള്ള തൗബയിലേക്ക് നയിക്കാം. ഇവർക്ക് തൗബല്ല.
ഇന്നല്ലാഹ യഖ്ബലു തൗബത അബ്ദിഹി മാ ലം യുഗർഗർ. അള്ളാഹു തൻ്റെ അടിമയുടെ തൗബ സ്വീകരിക്കും ഗർഗറത്ത് ഉണ്ടാകുന്നത് വരെ. ഗർഗറത്ത് എന്ന് പറഞ്ഞാൽ മലക്കുൽ മൗത്ത് സന്നിഹിതമാവുക, ആത്മാവിനെ വിളിക്കുക, ആത്മാവ് പുറപ്പെടുക. ഇതിനാണ് ഗർഗറത്ത് എന്ന് പറയുന്നത്. അപ്പം മരണം ആസന്നമായി, മലക്കുൽ മൗത്ത് വന്നു കഴിഞ്ഞു, നമ്മുടെ ആത്മാവിനെ വിളിച്ചു കഴിഞ്ഞു. ആ സമയത്ത് കുറ്റബോധമുണ്ടായതുകൊണ്ട് ഒരു ഫലവുമില്ല, തൗബ ചെയ്യാൻ സന്ദർഭമില്ല, തൗബ ചെയ്താലും അത് സ്വീകരിക്കപ്പെടുകയുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവർ ആ സമയത്ത് കുറച്ചുകൂടി ആയുസ് നീട്ടിക്കിട്ടാൻ, അതായത് ആ നേരത്തെ തൗബല്ല എന്ന് അവർക്കറിയാം, അതുകൊണ്ട് ഞങ്ങളെ ആത്മാവ് വിളിക്കല്ല, കുറച്ച് സമയം കൊടുത്താ. എന്തിനാണ്? നന്മ ചെയ്യാനും തൗബ ചെയ്യാനും സദഖകൾ വർദ്ധിപ്പിക്കാനും ഞങ്ങൾക്ക് സമയം വേണം എന്നാവശ്യം. സത്യവിശ്വാസി മരിക്കാൻ നേരത്ത് ഞങ്ങൾക്ക് കുറച്ചുകൂടി നന്മ ചെയ്യാൻ അവസരം തരണമെന്ന് ആവശ്യപ്പെടില്ല. അവർ സന്തോഷത്തോടു കൂടി ആ മരണത്തെ സ്വീകരിക്കുകയാണ് ചെയ്യുക. അത് നമ്മൾ മനസ്സിലാക്കി. സത്യനിഷേധികൾ മരണനേരത്ത് തങ്ങളുടെ ആയുസ് നീട്ടിത്തരാൻ ആവശ്യപ്പെടും. പക്ഷേ അത് വ്യർത്ഥമായ ഒരാവശ്യമാണ്, അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. ഇമാം ഷൻഖീത്തി റഹിമഹുല്ല കഴിഞ്ഞ നൂറ്റാണ്ടിലെ പ്രമുഖ മുഫസ്സിറാണ്. അദ്ദേഹം സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്ത് തഫ്സീർ ചെയ്തുകൊണ്ട് പറയുന്നത് നമുക്ക് വായിക്കാം. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. അവരിലൊരാൾക്ക് മരണം വന്നെത്തിയാൽ അവർ പറയും, എൻ്റെ റബ്ബേ, എനിക്ക് നീ തിരിച്ചു വരവ് തരണം, മടക്കണമേ, എന്നെ ദുനിയാവിലേക്ക് ഒന്നുകൂടി മടക്കണമേ, ഒരവസരം കൂടി തരണമേ. എന്തിനാ? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. നീ എനിക്ക് ബാക്കിയാക്കി തരുന്ന സമയത്ത് ഞാൻ നന്മകൾ പ്രവർത്തിച്ചു കൊള്ളാം. അപ്പോൾ ഇതുവരെ നന്മ വേണ്ടത്ര ചെയ്തിട്ടില്ല, തിന്മ ചെയ്തിട്ടുണ്ട്, അതൊക്കെ അവനറിയാം. ഇനി നീ കുറച്ച് സമയം കൂടി എനിക്ക് നീട്ടിത്തന്നാൽ ആ സമയത്ത് ഞാൻ നന്മകൾ പ്രവർത്തിച്ചു കൊള്ളാം എന്നാണ്. ഇനി അള്ളാഹു ഇവന് സമയം കൊടുത്തെന്ന് വിചാരിക്കുക, എന്നാൽ നന്മ ചെയ്യില്ല. അപ്പോൾ അവനെന്താ വിചാരിക്കുക? ഇത്രയും കാലം ഞാൻ തെറ്റ് ചെയ്തു, ഇപ്പം ഞാൻ കുറച്ച് സമയം നീട്ടിത്തരാൻ പറഞ്ഞപ്പോൾ അത് നീട്ടി തന്നു, ഇനി കുറച്ചും കൂടി തെറ്റ് ചെയ്യാം. ഇനി ആത്മാവ് വിളിക്കുമ്പോൾ ഒന്നുകൂടി ആവശ്യപ്പെടണം, എന്ത്? നീട്ടിത്തരാൻ. അതുകൊണ്ട് അവർക്ക് നീട്ടിക്കൊടുത്താലും എന്താണ്? ഫലമില്ല, അവർ നന്മ ചെയ്യുകയില്ല. അതാണ് മുനാഫിഖിൻ്റെ സ്ഥിതി. ഇത് സൂറത്തുൽ മുഅ്മിനൂനിലെ 99-100 ആയത്തുകളാണ്. ഇമാം ഷൻഖീത്തി പറഞ്ഞു, വമാ തളമ്മനതു ഹാദിഹിൽ ആയത്തുൽ കരീമ. ഈ ആയത്ത്, ഈ കരീമത്തായ ആയത്ത് ഉൾക്കൊള്ളുന്ന വിഷയം മിൻ അന്നൽ കാഫിറ വൽ മുഫരിത ഫി അമൽ ഖൈരി. ഒരു കാഫിറാകട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിൽ നന്മ ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച പറ്റിയവനാകട്ടെ, ഇദാ ഹലറ അഹദഹുമൽ മൗത്ത്, കാഫിറിനോ നന്മയിൽ വീഴ്ച പറ്റിയവനോ മരണം സന്നിഹിതമായാൽ ത്വലബ അർരിജ്അത, ആ രണ്ടാളും മടക്കം ആവശ്യപ്പെടും ഇലൽ ഹയാത്തി, ദുനിയാവിലെ ജീവിതത്തിലേക്ക്. എന്തിനു വേണ്ടി? ലിയഅമല അൽ അമല സ്വാലിഹ, ആ രണ്ടാൾക്കും നന്മ പ്രവർത്തിക്കാൻ വേണ്ടി. അല്ലദി യുദ്ഖിലുഹുമൽ ജന്ന, ആ നന്മ വേണം ഇനി അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള നന്മ ഇപ്പം കയ്യിലില്ല. ഇനി അള്ളാഹു ആയുസ് നീട്ടിത്തന്ന് നന്മ ചെയ്തിട്ട് വേണം അവർക്ക് സ്വർഗത്തിലേക്ക് എത്താൻ. അങ്ങനെ വയതദാറക ബിഹി മാ സലഫ മിൻഹുമാ മിനൽ കുഫ്രി വത്തഫരീതി. അവർക്ക് എന്ത് ചെയ്യണം? നേരെ മുൻകഴിഞ്ഞ അവരുടെ കുഫറിൽ നിന്നും വീഴ്ചകളിൽ നിന്നുമൊക്കെ അവർക്ക് ഒരു പരിഹാരം ഇതിലൂടെ കണ്ടെത്തണം. എന്നിട്ടോ, എന്നാൽ വഅന്നഹുമാ ലാ യുജാബാനി ഇലാ ദാലിക്, അവരുടെ മരണനേരത്തുള്ള ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൽ, ഉത്തരം കൊടുക്കുകയില്ല. ഒരിക്കലും അള്ളാഹ് എന്ത് ചെയ്യില്ല. കാരണം ഇത് അള്ളാഹു സജറിന് വേണ്ടി പറഞ്ഞ, ഭയപ്പെടുത്താൻ വേണ്ടി. കാരണം തൊട്ടുടനെ പറയുന്നത് ഈ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു എന്ന് ഉടനെ പറഞ്ഞല്ല, അള്ളാഹു പറയാം ഉത്തരമില്ല, നിങ്ങൾക്ക് ഉത്തരമില്ല. അതൊരു വെറും വാക്ക്, നിങ്ങൾ പ്രസ്താവിച്ച ഒരു വെറും വാക്ക്. എനിക്ക് കുറച്ചുകൂടി സമയം നീട്ടിത്തരണമെന്ന് എത്ര താണ് കേണ് പറഞ്ഞാലും മരണനേരത്ത് എൻ്റെ ആയുസ് നീട്ടിത്തരണം, എനിക്ക് സദഖ കൊടുക്കാനുണ്ട്, ഞാൻ സക്കാത്ത് കൊടുത്തിട്ടില്ല, കൃത്യമായി നിസ്കരിച്ചിട്ടില്ല, തൗബ ചെയ്തിട്ടില്ല, എനിക്കതിനൊക്കെ സമയം വേണം, എൻ്റെ വാപ്പാനും ഉമ്മാനും ഞാൻ വേണ്ടതുപോലെ പരിഗണിച്ചിട്ടില്ല, ബാധ്യതകൾ നിറവേറ്റിയിട്ടില്ല, ദീന് പഠിച്ചിട്ടില്ല, ദിക്റുകൾ ചൊല്ലിയിട്ടില്ല, അതൊക്കെ എനിക്ക് സമയം വേണമെന്ന് എത്രമാത്രം താണ് കേണ് പറഞ്ഞാലും ഒരു കാരണവശാലും റബ്ബ് സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് കല്ല എന്ന് പറഞ്ഞത് എന്നുകൂടി ഇമാം ഷൻഖീത്തി പറയുന്നു. ഇത് മറ്റ് സ്ഥലങ്ങളിൽ കുറേ കൂടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മുനാഫിഖൂൻ, മിക്ക വെള്ളിയാഴ്ചകളിലും ജുമുഅയും മുനാഫിഖൂനും ഓതുക എന്നതും സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ല, നിങ്ങളുടെ സമ്പാദ്യമോ നിങ്ങളുടെ സന്താനമോ നിങ്ങളെ അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് അഥവാ ഇബാദത്തുകളിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധമാക്കരുത്.
വമൻ യഫ്അൽ ദാലിക്, അങ്ങനെ ആരെയെങ്കിലും അവരുടെ സമ്പാദ്യമോ സന്താനമോ ദിക്റിൽ നിന്ന് അശ്രദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ ഫൗലൈക ഹുമുൽ ഖാസിറൂൻ, അവർ സ്വയം നഷ്ടം വരുത്തി വെച്ചവരാണ്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, മരണം നിങ്ങളിൽ ഒരാൾക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, സദഖ കൊടുക്കണം. മരണം വന്നാലോ ഫയഖൂല, അവൻ പറയും, അതായത് മുനാഫിഖ് അല്ലെങ്കിൽ കാഫിർ പറയും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, എൻ്റെ റബ്ബേ എനിക്ക് നീ കുറച്ച് അവധി കൂടി പിന്തിച്ചു തരികയാണെങ്കിൽ ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ സദഖ നൽകും, സക്കാത്ത് കൊടുക്കും, അതേപോലെ ഞാൻ നന്മകൾ പ്രവർത്തിക്കുന്നവരിൽ ഉൾപ്പെടും. എന്നാൽ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരാൾക്കും അള്ളാഹു അവൻ്റെ മരണം, അവൻ്റെ അവധി വന്നു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് ഒരിക്കലും പിന്തിച്ചു കൊടുക്കുകയില്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാണ്. എന്നാൽ പിന്തിച്ച് തന്നിട്ടും കാര്യമില്ല എന്നർത്ഥം, ഫലമില്ല. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന്, നാളെ അവരെന്ത് ചെയ്യും എന്നുകൂടി അറിയുന്നവനാരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് മരണനേരത്ത് മലക്കുൽ മൗത്ത് ഒരാളുടെ ആത്മാവിനെ വിളിച്ചു കഴിഞ്ഞാൽ ആയുസ് നിർത്തിത്തരാൻ കരയുന്നവരാണ് എല്ലാ കാഫറുകളും, എല്ലാ മുനാഫിക്കുകളും ഫാജറുകളും. പക്ഷേ അത് സ്വീകരിക്കപ്പെടുകയില്ല. സൂറത്തുൽ മുനാഫിഖൂനിലെ ഈ ആയത്ത് തഫ്സീർ ചെയ്തുകൊണ്ട് ഇമാം ഇബ്നു ജരീർ അത്വബരി അദ്ദേഹം പറഞ്ഞു, യഖൂലു തആലാ ദിക്റുഹു, അല്ലാഹു അവൻ്റെ ഈ പരാമർശം ഇപ്രകാരം പറഞ്ഞു, വഅൻഫിഖൂ അയ്യുഹൽ മുഅ്മിനൂന ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചവരെ നിങ്ങൾ ചെലവാക്കുവിൻ, മിനൽ അംവാലില്ലത്തി റസഖനാക്കും, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം, അഥവാ സക്കാത്തും സദഖയും നൽകണം. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, മരണം നിങ്ങളിൽ ഒരാൾക്ക് വന്നതിന് മുമ്പ്. ഫയഖൂൽ, മരണം വരുമ്പോൾ അവൻ പറയും, അതായത് ഇദാ നസല ബിഹിൽ മൗത്ത്, മരണം വന്നിറങ്ങുമ്പോഴാണ് അവൻ പറയുക, യാ റബ്ബി, എൻ്റെ റബ്ബേ, ഹല്ലാ അഖർതനി, നീ എന്തുകൊണ്ടാണ് എനിക്കൊരല്പം കൂടി ജീവിതം നീട്ടിത്തരാത്തത്? ഫതുംഹില ലീ ഫിൽ അജലി, എൻ്റെ ആയുസ് നീ അല്പം കൂടി സാവകാശം തരാത്തത്? ഇലാ അജലിൻ ഖരീബ്, ആസന്നമായ ഒരു അവധിയിലേക്ക് കൂടി. എങ്കിൽ ഫഅസ്സദ്ദഖ, ഞാൻ സദഖ കൊടുക്കും. യഖൂൽ, അതായത് അവൻ പറയാണെന്ത്, ഫഉസക്കിയ മാലി, ഞാൻ എൻ്റെ ധനത്തിന് സക്കാത്ത് കൊടുക്കും. വഅകും മിനസ് സാലിഹീൻ, ഞാൻ നന്മ ചെയ്യുന്നവരിൽ ഉൾപ്പെടും. അഅമലു ബിതാഅതിക വഉഅദ്ദിയ ഫറായിദക, ഞാൻ നിന്നെ അനുസരിച്ചു കൊണ്ടുള്ള അമലുകൾ ചെയ്യും, നീ നിർദ്ദേശിച്ചിട്ടുള്ള നിർബന്ധ ബാധ്യതകളൊക്കെ ഞാൻ നിർവഹിക്കും എന്നൊക്കെ അവൻ പറയും. മനസ്സിലായില്ലേ? ആ നേരത്ത് പറഞ്ഞാൽ, എന്നിട്ട് അവൻ ചില റിപ്പോർട്ട് ഇങ്ങനെ കാണാം, വഅകും മിനസ് സാലിഹീൻ വഹുജ്ജ ബൈതക്കൽ ഹറാം, ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല, നീ ഒരു ചാൻസ് കൂടി തന്നാൽ ഈ കൊല്ലം ഞാൻ ഹജ്ജ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് തന്നെ നീ മരിപ്പിച്ചാൽ മതി. ഹജ്ജൊക്കെ ചെയ്ത് തൗബയൊക്കെ ചെയ്ത് മനസ്സൊക്കെ ക്ലിയറായിട്ട് മരിക്കണം എന്ന് ഓരോ മുനാഫിഖും മരണനേരത്തെ ആഗ്രഹിക്കും. സത്യനിഷേധിയുടെ മരണം വ്യർത്ഥമായ ഇത്തരമൊരു ആഗ്രഹത്തിലാണ് സംഭവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൻ്റെ വിവിധ ആയത്തുകൾ ഓതി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, മലക്കുകൾ ഇറങ്ങും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വന്നാസിയാത്തി ഗർഖ, ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ആത്മാവുകളെ പിടിച്ചു പറിച്ചെടുക്കുന്ന മലക്കുകളാണേ സത്യം. എങ്ങനെയാണ് മരണനേരത്ത് ഒരു സത്യനിഷേധിയുടെ ആത്മാവിനെ പിടിച്ചു പറിച്ചെടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സത്യവിശ്വാസിയുടെ ആത്മാവിനെ എടുക്കുന്ന വിവരം പറഞ്ഞ അതേ ഹദീസിൽ ഒരു അൻസ്വാരി യുവാവിൻ്റെ മയ്യത്ത് മറമാടാൻ കൊണ്ടുവച്ചപ്പോൾ നബി പറഞ്ഞത് നമ്മൾ വായിച്ചല്ലോ. അതിൻ്റെ അടുത്ത ഭാഗം ഒരു സത്യനിഷേധി അല്ലെങ്കിൽ ഒരു മുനാഫിഖ് മരണമടയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതിലെടുത്തു പറയുന്ന ഒരു കാര്യം, അവിടെ മലക്കുകൾ സൂദുൽ വുജൂഹ്, കറുത്ത മുഖമുള്ള, ഗിലാദുൻ ശിദാദുൻ, കഠിനന്മാരും പരുക്കന്മാരുമായ, നസല ഇലൈഹിം മലായികത്തുൻ സൂദുൽ വുജൂഹി ഗിലാദുൻ ശിദാദുൻ യദ്രിബൂന അലാ വുജൂഹിഹിം, അവരുടെ മുഖത്ത് ശക്തമായി പ്രഹരിച്ചുകൊണ്ട് പരുക്കന്മാരും കഠിനന്മാരും കറുത്തവരുമായ മലക്കുകൾ ആ സമയത്ത് വന്നിറങ്ങും. സത്യവിശ്വാസികളാണെങ്കിൽ സുന്ദരന്മാരായ മലക്കുകൾ വന്നിറങ്ങും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സത്യനിഷേധിയാണ് മരിക്കുന്നതെങ്കിൽ അവനെ ഭയപ്പെടുത്തുന്ന മലക്കുകൾ. ആ മലക്കുകളെ കണ്ട് അവൻ്റെ കണ്ണുകൾ വെപ്രാളപ്പെടും, തുറച്ചു നോക്കും. ആ മലക്കുകൾ ഉള്ളയിടത്തേക്ക് അവൻ്റെ കണ്ണു പാഞ്ഞുകൊണ്ടിരിക്കും. ദുനിയാവ് അവനിൽ നിന്ന് മറയുകയും ആ മലക്കുകൾ അവൻ്റെ മുന്നിൽ തെളിയുകയും ചെയ്യും. അങ്ങനെ അങ്ങേയറ്റത്തെ വെപ്രാളത്തിലും വാവിട്ട് കരയുന്ന അവസ്ഥയിലുമായിരിക്കും. ആ കരച്ചിൽ പുറത്തേക്ക് നമ്മൾ കേട്ടോളന്നില്ല. അത്രയും ഭയാനകമായ കരച്ചിലും അവസ്ഥയുമായിരിക്കും ഒരു നിഷേധി മരിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുക എന്നാണ് ഖുർആൻ പറയുന്നു. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമീ അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും ഖാലൂ കുന്നാ മുസ്തദഅഫീന ഫിൽ അർദ് ഖാലൂ അലം തകുൻ അർദുല്ലാഹി വാസിയ
ഫതുഹാജിറൂ ഫീഹാ ഫഉലൈക മഅവാഹും ജഹന്നമു വസാഅത് മസീറാ. ആത്മാവിനെ ഏറ്റെടുക്കുന്ന മലക്കുകൾ, സ്വന്തം നഫ്സിനോട് അതിക്രമം പ്രവർത്തിച്ച കാഫിറുകൾ, അവരുടെ ആത്മാവുകളെ ഏറ്റെടുക്കുന്ന മലക്കുകൾ ചോദിക്കും, ഫീമ കുൻതും, നിങ്ങൾ എങ്ങനെയാ ജീവിച്ചത്? ഖാലു, അവർ പറയും, കുന്നാ മുസ്തദ്അഫീന ഫിൽ അർദ്, ഞങ്ങൾ ദുനിയാവിൽ ദുർബലരാണ്, ഞങ്ങളുടെ ഭരണാധികാരികൾ ഫാഷിസ്റ്റുകളായിരുന്നു, തമ്മാടികളായിരുന്നു, നരാധമന്മാരായിരുന്നു, ഇസ്ലാമിനോട് കൊടിയ ശത്രുത വെച്ച് പുലർത്തിയവരായിരുന്നു, ഞങ്ങളുടെ ചുറ്റുപാടും ഇസ്ലാമിൻ്റെ എതിരാളികളായ ആളുകളായിരുന്നു, മുസ്ലിമായി ജീവിക്കാൻ ഞങ്ങളെ അവർ അനുവദിച്ചില്ല, അതുകൊണ്ട് അവർക്കൊപ്പിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം നയിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇസ്ലാമിൻ്റെ കൽപ്പനകളൊന്നും വേണ്ടതുപോലെ പാലിക്കാൻ പറ്റിയില്ല, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഞങ്ങൾ പാലിച്ചില്ല, കുഫറിൻ്റെ വിശ്വാസങ്ങളോട് ഞങ്ങൾ പലപ്പോഴും ചേർന്നു, ഹറാമുകൾ ഞങ്ങൾ പ്രവർത്തിച്ചു, ഞങ്ങൾ സമൂഹത്തിൻ്റെ കൂടെ കൂടി. അങ്ങനെയുള്ള ഒരു അവസ്ഥ കാരണം എന്താ? ഞങ്ങൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഖാലു കുന്നാ മുസ്തദ്അഫീന ഫിൽ അർദ്, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ദുർബലരായിരുന്നു, ഭരണാധികാരികളും ഭൂരിപക്ഷവുമൊക്കെ ഞങ്ങളുടെ എതിരാളികളായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ദുർബലരായതിനാൽ ഞങ്ങൾക്ക് നിന്റെ കൽപ്പനകളൊന്നും പാലിക്കാൻ കഴിഞ്ഞില്ല റബ്ബേ എന്നവർ പറയും. അപ്പോൾ ഈ മലക്കുകൾ ചോദിക്കും, ഈ റൂഹ് എടുക്കാൻ വന്ന മലക്കുണ്ടല്ലോ, ഞങ്ങളുടെ ഭരണാധികാരികൾ ഫാഷിസ്റ്റുകളാണ്, തെമ്മാടികളാണ്, യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ അനുവദിക്കാത്തവരാണ്, യഥാർത്ഥ വിശ്വാസം വെച്ചു പുലർത്താൻ അനുവദിക്കാത്തവരാണ് എന്നൊക്കെ പറയുമ്പോൾ ആ മലക്കുകൾ ചോദിക്കും, ഖാലൂ അലം തകുൻ അർളുല്ലാഹി വാസിയ, അള്ളാഹുവിൻ്റെ ഈ ഭൂമി വിശാലമായിരുന്നില്ലേ? ഫതുഹാജിറൂ ഫീഹാ, നിങ്ങൾക്ക് മറ്റു നാടുകളിലേക്ക് പലായനം ചെയ്യാമായിരുന്നില്ലേ? ഫഉലൈക മഅവാഹും ജഹന്നം, അതിനാൽ അവർക്കുള്ള സങ്കേതം നരകമാണ്. വസാഅത്ത് മസീറാ, അത് എത്ര ചീത്തയായ എത്തിച്ചേരുന്ന സ്ഥലം. സൂറത്തു നിസായിലെ 97-ാമത്തെ ആയത്ത്. ഇബ്നു ബാസ് റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അഖ്ബറ സുബ്ഹാനഹു ഫി ഹാദിഹിൽ ആയ, പരമപരിശുദ്ധനായ അള്ളാഹു ഈ ആയത്തിലൂടെ പ്രസ്താവിച്ചു, അന്നൽ മലായികത തഖൂലു ലിമൻ തുവഫിയ മിനൽ മുസ്ലിമീന ഫീ ബിലാദി ശിർകി വലം യുഹാജിറു. ചില മുസ്ലിങ്ങളുണ്ട്, അവർ കുഫറിൻ്റെ ശിർക്കിൻ്റെ നാടുകളിൽ ആ നാട്ടിൽ നിന്ന് പലായനം ചെയ്യാതെ അവിടെ തന്നെ കുഫറിനോടും ശിർക്കിനോടും സഹകരിച്ചുകൊണ്ട് ജീവിച്ച് മരണപ്പെടുന്നവരാണെങ്കിൽ അവരോട് പറയും, അലം തകുൻ അർളുല്ലാഹി വാസിയ, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? ഫതുഹാജിറൂ ഫീഹാ, നിങ്ങൾക്ക് പലായനം ചെയ്യാമായിരുന്നില്ലേ? ബഅദമാ അഖ്ബറ സുബ്ഹാനഹു അന്നഹും ഖദ് ളലമു അൻഫുസഹും ബിഇഖാമത്തിഹിം ബൈനൽ കുഫാർ, അവർ കാഫിറുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ സ്വന്തത്തോട് തന്നെ അനീതി പ്രവർത്തിച്ചുകൊണ്ടാണ് കഴിച്ചു കൂട്ടിയത് എന്ന് പ്രസ്താവിച്ചതിന് ശേഷമാണ് അള്ളാഹു ഇത് പറയുന്നത്. വഹും ഖാദിറൂന അലൽ ഹിജ്റ, ഇസ്ലാമിൻ്റെ നിയമങ്ങളെ തമസ്കരിച്ചുകൊണ്ട് ഹറാമുകൾ ചെയ്തുകൊണ്ടും കുഫറിനോട് സഹകരിച്ചുകൊണ്ടും ജീവിക്കേണ്ട ഒരു അനിവാര്യതയും അവർക്കുണ്ടായിരുന്നില്ല. ഒരു നാട്ടിൽ നിന്നാൽ കുഫർ ചെയ്യണം, അല്ലെങ്കിൽ ശിർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഹറാമ് ചെയ്യണം, അല്ലെങ്കിൽ പുണ്യങ്ങൾ ഒഴിവാക്കണം എന്ന അവസ്ഥ ലോകത്തൊരിടത്ത് നിലനിൽക്കുന്നില്ല. അവർക്ക് തീർച്ചയായിട്ടും തൊട്ടടുത്ത നാടുകളിലേക്ക് പലായനം ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് അവർ ചെയ്തില്ല? എൻ്റെ ഉമ്മ പ്രസവിച്ചിടത്ത് തന്നെ ഞാൻ താമസിക്കണമെന്നൊരു വാശി എന്തിനായിരുന്നു എന്നുള്ള ചോദ്യം നാളെ ഉണ്ടാകും എന്നാണ് ഈ ആയത്തിൻ്റെ ആശയമെന്ന് ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ് അദ്ദേഹം പറഞ്ഞു, അന്ന ഹാദിഹിൽ ആയ, ഈ ഒരായത്ത് ഖദ് നസലത്ത് ഫി ഫരീഖിൻ അസ്ലം, ഇസ്ലാം സ്വീകരിച്ച് ചിലരെ കുറിച്ച് ഇറങ്ങിയതാണ്. വലം യുഹാജിർ, എന്നാൽ കുഫറിൽ നിന്നും അവർ പലായനം ചെയ്തു പോയില്ല. ഫഅദ്റകഹുൽ മൗത്ത്, കുഫറിൻ്റെ തന്നെ മരണം അവരെ പിടികൂടി. ഔ ഖുതില ഫി സുഫൂഫിൽ അഅദാ, അല്ലെങ്കിൽ ശത്രുക്കളുടെ കൂടെയായിരിക്കെ അവർ കൊല്ലപ്പെട്ടു. ഫഇന്നൽ മലായികത തുഖർരിഉ ഹൗലായി ഫി ഹാലിൽ ഇഹ്തിദാർ വതുവബ്ബിഹും, മരണാസന്നരാകുന്ന സമയത്ത് മലക്കുകൾ വന്ന് അവരെ പ്രഹരിക്കുകയും വതുബശ്ശിറുഹും ബിന്നാർ, നരകമുണ്ടെന്ന് അവരെ സന്തോഷം അറിയിക്കുകയും ചെയ്യും. നിഫാഖിൻ്റെ ആളുകളുടെ അവസ്ഥ ഇതാണ് എന്ന് ഖുർആൻ വ്യക്തമാക്കി. ബദർ യുദ്ധത്തിലെ കാഫറുകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ അൻഫാൽ 50-51 ആയത്തുകൾ അവരുടെ മരണം പറയുന്നുണ്ട്. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറു, സത്യനിഷേധികൾ അവരുടെ ആത്മാവ് ഏറ്റെടുക്കുന്ന സമയം നീ കണ്ടിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും? അൽ മലായികത്തു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, സത്യനിഷേധികളുടെ ആത്മാവ് പിടിക്കാൻ വന്ന മലക്കുകൾ അവരുടെ മുഖങ്ങളിലും അവരുടെ പിൻഭാഗങ്ങളിലും ശക്തമായി അടിക്കുന്നു, പ്രഹരിക്കുന്നു. വദൂഖു അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന നരകശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ഖബറിലെ ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുന്നു. ദാലിക്, അതുണ്ടല്ലോ, ബിമാ ഖദ്ദമത് ഐദീകും, നിങ്ങളുടെ കരങ്ങൾ മുൻകൂട്ടി പ്രവർത്തിച്ചത് അഥവാ കുഫർ കാരണമാണ്. വ അന്നല്ലാഹ ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, അല്ലാഹു തൻ്റെ അടിമകളോട് ആരോടും ഒരിക്കലും ഒട്ടും അനീതി കാണിക്കുന്നവനല്ല തന്നെ. അല്ലാഹു അനീതി കാണിക്കുകയില്ല. ഒരു കാഫിർ മരണശേഷം ഖബറിൽ നരകത്തിയിൽ വീഴേണ്ടി വരുന്നത്, നരകത്തിന് മുമ്പ് ഖബറിൽ അവന് നരകം നിശ്ചയിക്കപ്പെടുന്നത് അവൻ മുൻകൂട്ടി ചെയ്തു കൂട്ടിയ തിന്മകളുടെ ഭാഗമായിട്ടാണ് എന്നാണ്.
ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്ത് തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞു, വലൗ ആയൻത യാ മുഹമ്മദ് ഹാലത്ത് വഫിയൽ മലായികത്തി അർവാഹൽ കുഫാർ. മുഹമ്മദ് നബിയെ, കാഫിറുകളുടെ ആത്മാവുകളെ എങ്ങനെയാണ് മലക്കുകൾ പിടിച്ചെടുക്കുന്നത് എന്ന് മുഹമ്മദ് നബിയെ നീ നേരിട്ട് കണ്ടിരുന്നെങ്കിൽ നീ ഭയന്നു പോകും. എന്താ? ലറഅയ്ത, നിനക്ക് കാണാം, അംറൻ അളീമൻ ഹായിലൻ, ഭയപ്പെടുത്തുന്ന ഗൗരവമേറിയ ഒരു കാഴ്ച, ഒരു കാര്യം നീ കാണും. ഫളിയാൻ മുൻകരൻ, വളരെ വഷളായ, ഏറ്റവും ദുഷ്കരമായ, മോശമായ ഒരു കാഴ്ചയാണ് ലോകത്ത് ഏതൊരു കാഫിർ മരിക്കുന്നു നേരിട്ട് കാണാൻ പറ്റിയാൽ. ഇത് യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. ഒരവിശ്വാസി മരിക്കുമ്പോൾ മലക്കുകൾ വന്ന് അവരുടെ കൈകൾ നീട്ടിയും അവരുടെ മുഖത്തും അവരുടെ പിൻഭാഗങ്ങളിലും പ്രഹരിക്കും. വയഖൂലൂന ലഹും, ആ മലക്കുകൾ അവരോട് പറയും, ദൂഖൂ അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന നരകശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറയും. ഇനി സൂറത്തുൽ അൻആമിലെ 93-ാമത്തെ ആയത്ത്, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറൂ, സത്യനിഷേധികൾ മരിക്കുന്ന രംഗം നീ കാണുകയാണെങ്കിൽ, അൽ മലായികത്തു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖങ്ങളും അവരുടെ പിൻഭാഗങ്ങളും ശക്തമായി പ്രഹരിക്കുമായിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? ഇത് മറ്റു സൂറത്തുകളിലും ഇത് വന്നിട്ടുണ്ട്. സൂറത്ത് മുഹമ്മദിലും കാണാം. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, അനീതി പ്രവർത്തിക്കുന്നവർ അഥവാ കാഫിറുകൾ, മുനാഫിക്കുകൾ, അവർ മരണലഹരിയിലായിരിക്കുമ്പോൾ, വൽ മലായികത്തു ബാസിത്തു ഐദീഹിം, മലക്കുകൾ അവരുടെ കരങ്ങൾ ഇങ്ങനെ നീട്ടും, അഖ്രിജു അൻഫുസക്കും, നിങ്ങളുടെ ആത്മാവുകളെ പുറത്തേക്കെടുക്കുമെന്ന് പറയും എന്നാണ്. സൂറത്തുൽ അൻആമിൽ ഇത് വ്യക്തമായി പറഞ്ഞു, വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ, അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിപ്പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ് എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു താക്കീത് നൽകിയിട്ടുള്ളത്. അവസാനം പറയും, അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, നിന്ദ്യതയുടെ ശിക്ഷയാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളത് എന്ന് ഖബർ ശിക്ഷയെക്കുറിച്ചും ഖുർആൻ വ്യക്തമാക്കിയത് കാണാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, ഫഖൗലുൽ മലായിക, മലക്കുകൾ പറയും, അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, നിന്ദ്യമായ ശിക്ഷ നിങ്ങൾ ഇന്ന് അനുഭവിക്കണം എന്ന് മരിക്കുന്ന ദിവസം, ആത്മാവ് പിടിച്ചു പറിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അൽ മുറാദു ബിഹി അദാബുൽ ബർസഖ്, ഖബറിലെ ശിക്ഷയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലദി അവ്വലുഹു യൗമുൽ ഖബ്ലി വൽ മൗതി, ഖബർ ശിക്ഷയുടെ ആലമുൽ ബർസഖിൻ്റെ തുടക്കം മരണമാണ്. ആത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ട് പിടിച്ചെടുക്കുക. അന്ന് മുതൽ ഖബർ തുടങ്ങി, ദുനിയാവ് കഴിഞ്ഞു, പരലോകം ആരംഭിച്ചു. പരലോകത്തിൽ ഒന്നാമത്തെ വീട് അതെന്താണ്? അത് ബർസഖാണ്, അദാബുൽ ബർസഖാണ് എന്ന് കൃത്യമായി ഇവിടെ സൂചിപ്പിച്ചു. ഇനി ഇന്നൽ കാഫിറ ഇദ ഹുദിറ അതതുഹു മലായികത്തുൽ അദാബി മിസ്ഹിൻ, ചില റിപ്പോർട്ടിൽ ബിമുസൂഹിൻ എന്നാണുള്ളത്. ഒരു കാഫിർ മരണാസന്നനാകുമ്പോൾ മലായികത്തുൽ അദാബ്, ഞാൻ പറഞ്ഞു സത്യവിശ്വാസിയുടെ ആത്മാവ് എടുക്കാൻ വേണ്ടി മലായികത്തു റഹ്മത്താണ് വരിക. സത്യനിഷേധിയുടെ ആത്മാവ് പിടിച്ചെടുക്കാൻ കറുത്തവരും പരുക്കന്മാരും കഠിനന്മാരും ഭീകരരൂപികളുമായിട്ടുള്ള മലായികത്തുൽ അദാബ് മിസൂഹിൻ, ഒരു ശവത്തിൻ്റെ തോലുമായിട്ട് വരും. മിസൂഹ് എന്ന് പറഞ്ഞാൽ ദുർഗന്ധം വമിക്കുന്ന ഒരു ശവത്തോലാണ്. അതാണ് കഫൻ പുടവ. ആത്മാവ് കൊണ്ടാണല്ലോ കഫൻ പുടവ. സത്യവിശ്വാസികൾ നമ്മൾ മനസ്സിലാക്കിയ നല്ല സുഗന്ധമുള്ള സ്വർഗത്തിൽ നിന്നുള്ള പട്ടുവസ്ത്രത്തിൻ്റെ കഫൻ പുടവയാണ് കൊണ്ടുവന്നത്. ഇത് ശവത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്ന ഒരു ശവത്തിൻ്റെ തോലും. ഫയഖൂലൂൻ, എന്നിട്ട് അവർ പറയും, ഉഖ്റുജി സാഹിതതൻ മസ്ഹൂതൻ അലൈകി ഇലാ അദാബില്ലാ, അള്ളാഹുവിനോട് കോപിക്കുന്നവരായും അള്ളാഹുവിൻ്റെ കോപം ഏറ്റുവാങ്ങുന്നവരായും അള്ളാഹുവിൻ്റെ ശിക്ഷയിലേക്ക് നിങ്ങൾ വരിക. ഫതഖ്റുജു, അങ്ങനെ ആത്മാവ് ഈ വിളി കേട്ട് പുറത്തേക്ക് വരും. കഅൻതനിരീഹി ജീഫത്തിൻ, ഒരു ശവത്തിൻ്റെ ദുർഗന്ധം, ഏറ്റവും രൂക്ഷമായ ദുർഗന്ധം ഉള്ള അവസ്ഥയിൽ. ഹത്താ യഅ്തൂന ബിഹി ബാബൽ അർളി, അങ്ങനെ ഭൂമിയുടെ എല്ലാ കവാടങ്ങളിലൂടെയും അത് കടന്നു പോകും. ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും, മലക്കുകൾ ചോദിക്കും, മാ അൻതന ഹാദിഹി റീഹ്, ഈ ദുർഗന്ധം വമിക്കുന്ന ആത്മാവ് ആരുടേതാണ്? ഹത്താ യഅ്തൂന ബിഹി അർവാഹൽ കുഫാർ, കാഫിറുകളുടെ ആത്മാവ് കടന്നു വരുമ്പോഴൊക്കെ മലക്കുകൾ ചോദിക്കും, ഇവൻ ആരാണ്? കാരണം വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് കാഫിറിൻ്റെ ആത്മാവാണ്. ഒരു സത്യവിശ്വാസിയുടെ ആത്മാവാണ് കൊണ്ടുപോകുന്നത് എങ്കിൽ മലക്കുകളെല്ലാം ചോദിക്കും, ഇവൻ ആരാണ്? അപ്പോൾ ഏറ്റവും നല്ല ആ പേര് പിതാവിൻ്റെ പേരിനോട് ചേർത്ത് ഇന്നയാളുടെ മകൻ ഇന്നയാളെന്ന് പേര് പറയും. ആ പേര് പറയുമ്പോൾ മലക്കുകൾ ഇവന് വേണ്ടി സലാത്ത് ചെല്ലും. ദുനിയാവിൽ നമ്മൾ മുഹമ്മദ് നബിക്ക് വേണ്ടി മാത്രമാണ് സലാത്ത് ചെല്ലാറുള്ളത്. എന്നാൽ ഓരോ സത്യവിശ്വാസി മരിക്കുമ്പോഴും അയാൾക്ക് വേണ്ടി മലക്കുകൾ സലാത്ത് ചെല്ലും. സ്വല്ലല്ലാഹു അലൈഹി, സ്വല്ലല്ലാഹു അലൈഹി. എല്ലാ മലക്കുകളും, ആയിരക്കണക്കിന് കോടിക്കണക്കിന് മലക്കുകൾ
ആകാശ ലോകത്തിൻ്റെ ഓരോ കവാടങ്ങളിലുമുള്ള മലക്കുകൾ, ഓരോയിടത്തും ഇബാദത്തുകളിലായിരിക്കുന്ന മലക്കുകൾ, ഈ സുഗന്ധം വമിക്കുന്ന സത്യവിശ്വാസിയുടെ ആത്മാവ് പോകുമ്പോൾ സല്ലല്ലാഹു അലൈഹി, അള്ളാഹു നിനക്ക് ഗുണം ചൊരിയട്ടെ എന്ന് സത്യവിശ്വാസികളുടെ പേരിൽ സ്വലാത്ത് ചെല്ലും. നമുക്കിവിടെ മുഹമ്മദ് നബിയുടെ പേര് സ്വലാത്ത് എല്ലാം മാത്രമേ അനുമതിയുള്ളൂ. എന്നാൽ ഒരാൾ സത്യവിശ്വാസി മരിക്കുമ്പം ആ സത്യവിശ്വാസിക്ക് വേണ്ടി എല്ലാ മലക്കുകളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. എന്നാൽ സത്യനിഷേധിയാണെങ്കിലോ ലഅനത്തുല്ലാഹി അലൈക്, ഈ ദുർഗന്ധം വമിക്കുമ്പോൾ അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് മലക്കുകളെല്ലാം ഇവനെ ശപിക്കും, ആട്ടിപ്പായിക്കും, കൊണ്ടുപോ, ഞങ്ങളുടെ അരികിലൂടെ പോകേണ്ടതില്ല, ലഅനത്തുല്ലാഹി അലൈക്, നിനക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിസ്തരിക്കാൻ, വഇന്നൽ അബ്ദൽ കാഫിറ അവിൽ ഫാജിറ അവിൽ മുനാഫിഖ, ഒരു കാഫിറായ അടിമ, ഫാജിറോ മുനാഫിഖോ ആയ ഒരു അടിമ, ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ, അവൻ ദുനിയാവിൽ നിന്ന് പിരിയുകയും പരലോകത്തേക്ക് തിരിയുകയും ചെയ്യുന്ന സമയം, നസല ഇലൈഹി മിനസ് സമാഇ മലായികത്തുൻ, ആകാശത്തു നിന്നും ഒരു സംഘം മലക്കുകൾ അഥവാ മലായികത്തുൽ അദാബ് വന്നിറങ്ങും. സൂദുൽ വുജൂഹ്, കറുത്ത മുഖമുള്ള മലക്കുകൾ, മാഹുൽ മുസൂഹ് അബിൽ മിസൂഹ്, അവരുടെ കയ്യിൽ ദുർഗന്ധം വമിക്കുന്ന ഒരു കഫൻ പുടവ, ഒരു ശവത്തോലുണ്ടായിരിക്കും. ഫയജ്ലിസൂന മിൻഹു ബദ്ദൽ ബസർ, മരിക്കാനായ ആ അവിശ്വാസിയുടെ കണ്ണെവിടെയാണോ നീട്ടിയത് അവിടെ ചെന്നവരിയ്ക്കും. സുമ്മ യജീഉ മലക്കുൽ മൗത്ത്, പിന്നീട് മലക്കുൽ മൗത്ത് വരും. ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി, മലക്കുൽ മൗത്ത് അവന്റെ തലയുടെ ഭാഗത്ത് വന്നിരിക്കും. ഫയഖൂൽ, എന്നിട്ട് മലക്കുൽ മൗത്ത് പറയും, അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, ദുഷിച്ച ആത്മാവേ, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളബ്, അല്ലാഹുവിന്റെ കോപത്തിലേക്കും അല്ലാഹുവിന്റെ ക്രോധത്തിലേക്കും നീ പുറപ്പെടുക എന്ന് പറയും. ഖാല, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ബർറാൻ പറയാണ്, ഫതുഫറഖു ഫീ ജസദിഹി, അവന്റെ ശരീരം ശിഥിലമാക്കപ്പെടും, ശരീരത്തിനകത്ത് പിന്നെ ഞരമ്പുകൾ നുറുങ്ങപ്പെടും. ഫയൻതസിഉഹാ കമാ യുൻതസഉ സഫൂദു മിനസ് സൂഫിൽ മബ്ലൂൽ, നനഞ്ഞ ഒരു പഞ്ഞിക്കെട്ടിനകത്ത് കടകോൽ പുറത്തേക്കെടുക്കുന്നത് പോലെ മലക്കുകൾ എന്ത് ചെയ്യും? മലക്കുൽ മൗത്ത് അവൻ്റെ ആത്മാവിനെ പിടിച്ചു പുറത്തേക്കെടുക്കും. അതാണ് വന്നാസിയാതി ഗറഖാ, ആഴത്തിൽ ചെന്ന് ആത്മാവിനെ ഊരിയെടുക്കുന്ന മലക്കുകൾ. ഒരു മുനാഫിഖിന്റെ മരണം ഇങ്ങനെയാണ്. മുസ്ലിമാണെന്ന് പറയുകയും കാഫിറുകളെപ്പോലെ ജീവിക്കുകയും ചെയ്യുന്നവർ, അവരാണ് മുനാഫിക്കുകൾ. മുസ്ലിങ്ങളെയും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവരെ പരിഹസിക്കുകയും കാഫിറിനോട് സദൃശമുള്ള ജീവിത സംസ്കാരങ്ങൾ പുലർത്തുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾ ഈ വകുപ്പിൽപ്പെടും എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളുക. അവരോട് പറയുമെന്ത്? പുറത്തേക്ക് വരാൻ പറയും, വരാൻ കൂട്ടാക്കുക. ഒരു ആത്മാവ് ഉള്ളിലേക്ക് തന്നെ പോകും. അപ്പോൾ മലക്കുൽ മൗത്ത് അടിക്കും, എന്നിട്ട് പിടിച്ചു പുറത്തെടുക്കും. എങ്ങനെയാണ് ആത്മാവിനെ പുറത്തെടുക്കുന്നത്? നനഞ്ഞ ഒരു പഞ്ഞിക്കെട്ടിനകത്ത് മുള്ളുകൾ. നിങ്ങൾക്ക് പല മുതിർന്നവർക്കൊക്കെ അറിയാം, കടകോൽ, പഞ്ഞിയെ നൂലാക്കി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കടകോലുണ്ട്. അത് നനഞ്ഞതാണെങ്കിൽ ആ കടകോൽ പുറത്തേക്കെടുത്താൽ ആ പഞ്ഞി മുഴുവൻ അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. കാരണം നനഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പിടിച്ചു പറിച്ചെടുക്കും. അപ്പം നനഞ്ഞ പഞ്ഞിക്കെട്ടിനകത്തുള്ള കടകോല് പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മുള്ളുകളിൽ പഞ്ഞി കുരുങ്ങിക്കിടക്കുന്നത് പോലെ ഈ ആത്മാവിനെ പിടിച്ചു പറിച്ചെടുക്കും. നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് കടകോൽ പുറത്തെടുക്കുന്നത് പോലെ എന്നിട്ട് മലക്കുൽ മൗത്ത് ആ ആത്മാവിനെ പിടിക്കും. അതിനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കണ്ണിമ ചിമ്മുന്ന നേരത്തേക്ക് പോലും അതിനെ ആത്മാവിനെ തൻ്റെ കയ്യിൽ വെക്കുകയില്ല. തൻ്റെ കൂടെ വന്ന മലക്കുകളുടെ കയ്യിൽ ആ ശവത്തോലുണ്ടല്ലോ, അതിലേക്ക് ഈ ആത്മാവിനെ വെക്കും. ഒരു ശവത്തിൻ്റെ അങ്ങേയറ്റത്തെ ദുർഗന്ധം ആ ശവത്തോലിൽ നിന്ന് വമിച്ചുകൊണ്ടിരിക്കും. അത് ഭൂമുഖത്താകമാനം പ്രസരിക്കും. മലക്കുകൾ ആത്മാവുമായി ആകാശലോകത്തേക്ക് കയറിപ്പോകും. മലക്കുകളുടെ സഭയിലൂടെ ആ ആത്മാവുമായി ഇവർ കടന്നു പോവുകയില്ല. ആ മലക്കുകൾ ഇപ്രകാരം പറയാതെ ഈ ആത്മാവുമായി ഒന്നാനാകാശത്തേക്ക് ഉയർന്നു പോകുമ്പോൾ എല്ലാ മലക്കുകളും പറയും, മാഹാദർ റൂഹുൽ ഖബീസ്, ഈ ദുഷിച്ച ആത്മാവ് ഏതാണ്? ഫയഖൂലൂൻ, അപ്പോൾ മലക്കുകൾ പറയും, ഫുലാൻ ഇബ്നു ഫുലാൻ, അത് ഇന്നയാളുടെ മകൻ ഇന്നയാളാണ്, ഇന്നയാളുടെ മകൾ ഇന്നയാളാണ്. ബിഅഖ്ബഹി അസ്മാഇഹി അല്ലതി കാന യുസമ്മാ ബിഹാ ഫിദ്ദുനിയ, ദുനിയാവിൽ വിളിക്കപ്പെട്ട പേര് ഏറ്റവും മോശമായ ഒരു പേരായി ആ സമയത്ത് പറയപ്പെടും എന്നാണ്. ഹത്താ യുൻതഹാ ബിഹി ഇല സമാഇ ദുനിയ, അങ്ങനെ
ഒന്നാനാകാശം വരെ ആ ആത്മാവുമായി അവരെത്തിച്ചേരും. ഒന്നാനാകാശത്തെത്തിയാൽ ഫയുസ്തഫ്തഹു ലഹു, മാ മലായികത്തുൽ അദാബ് വാതിൽ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടും. പക്ഷേ ഫലാ യുഫ്തഹു ലഹു, ആ ആകാശ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. സുമ്മ ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് സ്വഹാബികൾക്ക് നബി ഒരു ആയത്ത് ഓതി കൊടുത്തു. ഏതാണ്? സൂറത്തുൽ അഅറാഫിലെ ആയത്ത്. ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. വലിയ വടം ചെറിയ സൂചിയുടെ ദ്വാരത്തിലൂടെ അതിൻ്റെ കുഴയിലൂടെ കയറിപ്പോയാലും ശരി. ജമൽ എന്ന് പറഞ്ഞാൽ വലിയ വടമാണ്. കപ്പൽ നങ്കൂരമിടാൻ ഉപയോഗിക്കുന്ന വലിയ വടത്തിനാണെന്ന് പറയാം ജമൽ എന്ന് പറയാം. അപ്പം ഈ ജമൽ അഥവാ വലിയ കയർ, ആ കയർ ചെറിയ സൂചിയുടെ ദ്വാരത്തിൽ ഒരിക്കലും കയറില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. ഇനി ഒരു വലിയ ഒരു കയർ നിങ്ങൾ കൊണ്ടുവന്ന് ഒരു കുഞ്ഞു സൂചിയുടെ ദ്വാരത്തിനകത്ത് കയറ്റിയാൽ പോലും അത് ചിലപ്പം നടന്നു വരും. പക്ഷേ ഇവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. സ്വർഗത്തിലേക്കുള്ള എല്ലാ പ്രതീക്ഷയും കൊട്ടിയടക്കപ്പെടുന്ന രംഗമാണ്. ഫയഖൂലുല്ല, എന്നിട്ട് അള്ളാഹു പറയും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയാണ്, ഉക്തുബു കിതാബഹു ഫി സിജ്ജീനിൻ ഫിൽ അർളി സുഫലാ, ഭൂമിയുടെ അടിത്തട്ടിൽ, ഏഴാമത്തെ ഭൂമിയിൽ, പാതാള ഭൂമിയിൽ സിജ്ജീൻ എന്ന് പറയുന്ന രേഖയുണ്ട്. പാപികളുടെ പേരാണ് അതിൽ എഴുതി വെക്കുക. നമ്രൂദിൻ്റെയും ഫിറഔനിൻ്റെയും പേര് അവിടെയാണ് എഴുതി വെച്ചത്. ഹാമാനിൻ്റെ പേര് അവിടെയാണ്. അബൂജഹലിൻ്റെയും ഉത്തുബത്തിൻ്റെയും ഷൈബത്തിൻ്റെയും പേര് എഴുതി വെക്കുന്നത് അവിടെയാണ്. അങ്ങനെ കാഫറുകളുടെ പേര് മാത്രം എഴുതി വെക്കുന്ന ഒരു രേഖയുണ്ട്. അത് പാതാള ഭൂമിയിലാണ്, ഏഴാമത്തെ ഭൂമിയിൽ, അർദു സുഫ്ല, അടിത്തട്ടിലെ ഭൂമിയിൽ. അവിടെ നിങ്ങൾ കൊണ്ടുപോവുക, ആകാശത്തിൻ്റെ വാതിൽ തുറക്കൂല, അങ്ങനെ വലിച്ചെറിയപ്പെടും എന്നാണ്. എന്നിട്ടോ ഫതുത്രഹു റൂഹുഹു തറഹ, ആ ആത്മാവ് ആട്ടിയെറിയപ്പെടും. സുമ്മ ഖറ, എന്നിട്ട് നബി ഓതി കേൾപ്പിച്ചു, വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, അള്ളാഹുവരെ വിളിക്കുന്നതിനു പകരം ഷെയ്ഖുമാരെയും ബീവിമാരെയും സിദ്ധന്മാരെയും അപ്പന്മാരെയും അമ്മമാരെയും ഒക്കെ വിളിച്ചവരുണ്ടാകുമല്ലോ, ഉമ്മമാരെയും വലിയത്തുമാരെയും ഒക്കെ വിളിച്ചവരുണ്ടാകുമല്ലോ. അങ്ങനെ ആരാണോ ശിർക്ക് ചെയ്തത്, ഫകഅന്നമാ ഖറ മിനസ് സമാ, അവൻ ആകാശത്തുനിന്ന് വീണവനെ പോലെയാണ്. ഫതഖ്തഫു ത്വയ്ർ, ഒന്നുകിൽ കിളി അവനെ റാഞ്ചിക്കൊണ്ടുപോകും. ഔ തഹ്വീ ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്, അല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂരമായ ഏതെങ്കിലും സ്ഥലത്തേക്ക് നയിച്ചു കൊണ്ടുപോകും. അങ്ങനെ ആ ആത്മാവ് ഭൂമിയുടെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയപ്പെടും. ഫതുആദു റൂഹുഹു ഫീ ജസദിഹി, അവൻ്റെ ശരീരത്തിലേക്ക് ആത്മാവ് മടക്കപ്പെടും. നമ്മുടെ കയ്യിലുള്ളത് മയ്യത്താണ്, നമ്മളത് ഖബറിൽ കൊണ്ടുപോയി വെച്ചു. ഇനി എന്ത് ചെയ്താലും, ദഹിപ്പിച്ചാലും കരിച്ചു കളഞ്ഞാലും നദിയിൽ ഒഴുക്കി കളഞ്ഞാലും അതിനൊക്കെ ഒരു ആലമിൽ ബർസഖ് ഉണ്ടാവും. ഒരു സെക്കൻഡ് കൊണ്ട് ദഹിപ്പിച്ച പൊടിയൊക്കെ പഴയതുപോലെ തന്നെ എല്ലും മാംസവുമായിട്ട് തിരിച്ചു വരും. എന്നിട്ട് അള്ളാഹു നിശ്ചയിച്ച ഒരു ആലമിൽ ബർസഖിൽ അത് എത്തിച്ചേരും. അങ്ങനെ ഫതുആദു റൂഹുഹു ഫീ ജസദിഹി, അവൻ്റെ ആത്മാവിനെ അവൻ്റെ ശരീരത്തിൽ മടക്കപ്പെടും. വയഅ്തീഹി മലക്കാനി ഫയുജ്ലിസാനിഹി, എന്നിട്ട് രണ്ട് മലക്കുകൾ വരും, അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും. ഫയഖൂലാനി ലഹു, അവനോട് ചോദിക്കും. നേരത്തെ സത്യവിശ്വാസികളോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ. മൻ റബ്ബുക, നിൻ്റെ റബ്ബാരാണ്? അവന് റബ്ബാരാണെന്ന് പറയാൻ പറ്റില്ല. മൊയ്തീൻ ശേഖനെ വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക്, ബദരീങ്ങളെ വിളിച്ചവർക്ക്, മുനമ്പത്തടിഞ്ഞ ബീവിയെ വിളിച്ചവർക്ക്, അങ്ങനെ വിഗ്രഹങ്ങളെ വിളിച്ചവർക്ക്, ദൈവങ്ങളെ വിളിച്ചവർക്ക്, സൃഷ്ടികളെ വിളിച്ചവർക്ക്, മലക്കുകളെയും ജിന്നുകളെയും അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ചു പ്രാർത്ഥിച്ച ഒരാൾക്കും നാവ് പൊങ്ങുകയില്ല. എല്ലാവരും അവിടെ വെച്ച് പറയാൻ പോകുന്ന ഉത്തരം ഹാ ഹാ ലാ അദ്രി, എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് വാവിട്ട് കരയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഫയഖൂലാനി ലഹു, അവരോട് ചോദിക്കും അടുത്ത ചോദ്യം, മാ ദീനുക, നിന്റെ ദീൻ ഏതാ? ഫയഖൂലു, അവൻ പറയും ഹാ ഹാ ലാ അദ്രി, എനിക്കറിഞ്ഞുകൂടാ. ഫയഖൂലാനി ലഹു മാ ഹാദാ റജുലുൽ ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയുക്തനായ നിങ്ങളുടെ റസൂൽ ആരാണ് എന്ന് ചോദിക്കും. ഫയഖൂലു ഹാ ഹാ ലാ അദ്രി, അവൻ പറയും എനിക്കറിഞ്ഞുകൂടാ. മനസ്സിലായില്ലേ? വേറെ ചില റിപ്പോർട്ടുകൾ ഇത്ര കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ഉത്തരം പറയാതിരിക്കുമ്പോൾ ഫീ യദിഹിമാ മുറസ്സബ, അവരുടെ കയ്യിൽ മുറസ്സബ എന്ന് പറയുന്ന ഒരു വടിയുണ്ട്, ഒരു ചുറ്റികയുണ്ട്. രണ്ടു ഭാഗം കൊണ്ടും അടിച്ചു പൊട്ടിക്കാവുന്ന ഒരു ചുറ്റികയുണ്ട്. അതുകൊണ്ട് രണ്ട് ചെവികൾക്കിടയിൽ തലയുടെ മൂർധാവിൽ ശക്തമായി പ്രഹരിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലൗ ഉരിബ ബിഹാ ജബലുൻ കാന തുറാബ, ആ ചുറ്റിയെ കൊണ്ട് ഒരു മഹാപർവ്വതത്തിൻ്റെ മുകളിൽ ഒരടി അടിച്ചാൽ ആ പർവ്വതം മണ്ണായി പോകും. ഈ കാഫറിനോട് മൻ റബ്ബുക്കാന്ന് ചോദിക്കും, ഉത്തരം കിട്ടൂല. അപ്പോൾ അവൻ്റെ തലയ്ക്ക് ഈ രണ്ട് ചെവികൾക്കിടയിൽ ശക്തമായി പ്രഹരിക്കും, അവൻ മണ്ണായി പൊടിഞ്ഞു പോകും. വേദന കൊണ്ട് അവൻ പൊളയും, മരിച്ചിട്ടില്ല. വീണ്ടും ആത്മാവ് തിരിച്ചു കൊടുത്ത് പഴയതുപോലെ തന്നെ ഒരു അടുത്ത ചോദ്യം ചോദിക്കും, ഉത്തരമില്ല, അടിക്കും. ഈ ചോദ്യങ്ങൾ ആവർത്തിക്കും.
റബ്ബാരാണ്, റസൂലാരാണ്, ദീൻ ഏതാണ്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം 2 തവണ ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുകയും ഉത്തരം കിട്ടാതെ മുറസ്സബ എന്ന് പറയുന്ന ചുറ്റിയെ കൊണ്ട് അതിശക്തമായി മുൻകർ നക്കീർ എന്ന് പറയപ്പെട്ട ആ മലക്കുകൾ അവരെ ശക്തമായി പ്രഹരിക്കുകയും ചെയ്യുമെന്നാണ്. ഇതാണ് ഒരു സത്യനിഷേധി മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മരിച്ച് നമ്മൾ ഖബറിൽ കൊണ്ടുവച്ച അടുത്ത നിമിഷം നടക്കുന്ന കാര്യമാണ്. ഇതാണ് ഖബർ ശിക്ഷയുടെ ആദ്യത്തെ രൂപം. ഖബർ ശിക്ഷ ഇനി അങ്ങോട്ട് തുടർന്ന് ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ ഖബറിൽ ശിക്ഷയുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിവരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്നും ദുർഗതികളിൽ നിന്നും നമ്മുടെ ഈമാനും തൗഹീദും സത്യവിശ്വാസവും ക്ഷമയും ഇസ്ലാം ദീനും കാരണമായി നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദു ഫഊസീകും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു നിഷേധി മരണമടയുന്ന ദിവസം, ഒരു മുനാഫിഖ്, ഒരു ഫാജിർ, അവൻ മരിക്കുന്ന ദിവസം അവൻ്റെ അരികിൽ ഭയപ്പെടുത്തുന്ന ധാരാളം മലക്കുകൾ വരും. അവനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. നരകത്തിലുള്ള അവൻ്റെ സീറ്റ് കാണിച്ചു കൊടുക്കുമെന്ന് മറ്റൊരു ഹദീസിലുണ്ട്, സ്വഹീഹ് ബുഖാരിയിലുണ്ട്. ഇതാണ് നിനക്ക് നരകത്തിലുള്ള സ്ഥലമും. ഒരാൾ മരിക്കാൻ നേരത്തെ അവൻ നരകത്തിലാണെന്ന് അവന് മനസ്സിലാവും. നരകത്തിലെ ഭയപ്പെടുത്തുന്ന ആ തീജ്വാലകളുടെ അവൻ്റെ ആ സീറ്റ്, ആ മക്കളത് അവിടെ വെച്ച് കാണിച്ചു കൊടുക്കും. അത് കണ്ട് അവൻ ഭയപ്പെടും, അവൻ കണ്ണുകൾ തുറിക്കും, അവനാകെ കരുവാളിച്ചവനായി മാറും. ഭയപ്പെട്ട് ബേജാറായി ആ മലക്കുകൾ പായുന്നിടത്തേക്കൊക്കെ അവൻ്റെ കണ്ണുകൾ ഓടിക്കൊണ്ടിരിക്കും. മലക്കുൽ മൗത്ത് വരികയും അവനെ അള്ളാഹുവിൻ്റെ കോപത്തിലേക്ക് വരിക എന്ന് വിളിക്കുമ്പോൾ കൂട്ടാക്കൂല, അപ്പോൾ പിടിച്ചു പറിച്ചെടുക്കും. സത്യവിശ്വാസികൾ ഒരു കൂജയിലെ ജലം മറ്റൊരു കൂജയിലേക്ക് ഒഴിക്കുന്നത് പോലെ ലളിതമായിട്ട് വന്നു. ഇത് പിടിച്ചു പറിച്ചെടുക്കും. ചില റിപ്പോർട്ടുകളിൽ ശരീരത്തിലുള്ള മുഴുവൻ രോമങ്ങളും, ഓരോ രോമവും പിടിച്ചു പറിച്ച എത്ര വേദന ഉണ്ടാവും, അത്രയും വേദന സഹിച്ചുകൊണ്ട്, അതിശക്തമായ വേദന സഹിച്ചുകൊണ്ടാണ് അവൻ്റെ ആത്മാവിനെ പിടിച്ച് ഊരിയെടുക്കുന്നത്. എന്നിട്ട് നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന ശവത്തോലിലേക്ക്, കഫൻ പുടവയിലേക്ക് അത് വെച്ചു കൊടുക്കും. അന്തരീക്ഷമാകെ അങ്ങേയറ്റത്തെ ദുർഗന്ധം വമിക്കും. മലക്കുകൾ അവരെ ശപിച്ചുകൊണ്ടിരിക്കും. ആകാശത്തേക്ക് പോയാൽ വാതിൽ തുറക്കുകയില്ല. അങ്ങനെ ഭൂമിയുടെ അടിത്തട്ടിൽ സിജ്ജീൻ എന്ന് പറയുന്ന ഒരു രേഖയുണ്ട്. നമ്പർ ഇട്ട് എഴുതി വെക്കും. കാഫറിൻ്റെ പേരാണ് അവിടെ, ഓരോ കാഫറിൻ്റെയും പേര് അവിടെ എഴുതി വെക്കും. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ജനതയിലാണ് ആദ്യമായിട്ട് കാഫറുകൾ പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ സാധിക്കും. അവരുടെ പേരുകളൊക്കെ അവിടെ കൃത്യമായി ഓരോ അതിൻ്റെ അടുത്ത നമ്പർ ഇട്ടിട്ട് ഇവൻ്റെ പേരും എഴുതി വെക്കും. ഈ മുനാഫിഖിൻ്റെ പേര്, അല്ലെങ്കിൽ ഈ കാഫറിൻ്റെ പേര്, ഫാജിറിൻ്റെ പേര്, അത് എഴുതി വെച്ചാൽ അവൻ നരകശിക്ഷ ഉറപ്പിക്കപ്പെട്ടവനായി എന്നാണ് അർത്ഥം. പിന്നീട് ആലമുൽ ബർസഖിലേക്ക് കൊണ്ടുവരും. അവൻ്റെ ശരീരത്തിലേക്ക് ആത്മാവ് മടക്കപ്പെടും. റബ്ബിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും ചോദ്യമുണ്ടാകും. 2 തവണ ചോദ്യം ആവർത്തിക്കപ്പെടും. ഉത്തരമില്ല. ഓരോ ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കുമ്പോഴും ശക്തമായ വേദനിപ്പിക്കുന്ന പ്രഹരം അവൻ ഏറ്റുവാങ്ങണം. ഇനി ഉള്ളത് ഉയിർത്തെഴുന്നേൽപ്പ് നാൾ വരെയുള്ള ഒരു വലിയ കാലഘട്ടമാണ്. അത് കുറച്ചല്ല. എത്രയാണെന്നറിയാമോ? മലക്കുകൾ ഇവിടം വിട്ടുപോകുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് സൂറത്തുൽ മആരിജിൽ കാണാം. തഅറുജു ഫിഹിൽ മലായികത്തു വറൂഹു ഫി യൗമിൻ കാന മിഖ്ദാർ തഅറുജുൽ മലായികത്തു വറൂഹു ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഖബറിലെ ഒരു ദിവസം 50,000 വർഷമാണ്. ഖബറിലെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആദം നബിയുടെ കാലത്ത് മരണപ്പെട്ടവർക്ക് ഖബറിലെ ഒരു ദിവസം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഖബറിൽ എല്ലാവർക്കും തുല്യമാണ്. ചിലർ വിചാരിക്കും ആദ്യകാലത്ത് മരിച്ചവരൊക്കെ എത്ര കാലം ഖബറിൽ കിടക്കണം, അവസാന കാലത്ത് മരിക്കുന്ന ആൾക്ക് കുറച്ചു നേരം ഖബർ കിടന്നാൽ പോലെ അല്ല. ഖബറിലെ ദിവസം എന്ന് പറഞ്ഞാൽ ഭീമമായ ഒരു കാലയളവാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു ദിവസം 50,000. അങ്ങനെ എത്ര വേണം, എത്ര കാലം കിടക്കുമെന്ന് സ്വഹാബികൾ നബിയോട് ചോദിച്ചു. നബി പറഞ്ഞു 40. 40 എന്ന ദിവസമാണെന്ന് വെച്ചപ്പോൾ നബി അല്ല എന്ന് പറഞ്ഞത്. മാസമാണെന്ന് വെച്ചപ്പോൾ നബി അല്ല. അപ്പം നമുക്ക് പരിചയമില്ലാത്തൊരു കാലം. ഇനി 40 വർഷമാണെന്ന് കൂട്ടിക്കോളും. ഒരു ദിവസം 50,000 കൊല്ലം. അങ്ങനെയുള്ള 40 വർഷങ്ങൾ ഖബർ ഏറ്റവും ചുരുങ്ങിയത്. അതിനെ വലുതാവാനാണ് സാധ്യത. ഖബറിൻ്റെ ശിക്ഷയുടെ വലുപ്പം, ശിക്ഷ അനുഭവിക്കേണ്ട ദിവസങ്ങളുടെ വലുപ്പമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് സത്യമാണ്. ഇന്ന അദാബൽ ഖബരി ഹഖ്ഖുൻ. ഖബറിലെ ശിക്ഷ സത്യമാണ്. എങ്ങനെയാണ് ഈ 50,000 വർഷമുള്ള ഒരു ദിവസം, അങ്ങനെയുള്ള 40 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷമല്ല, ഒരു കാലയളവാണ്. അത്രയും കാലയളവ് ഈ ഖബറിൽ കഴിച്ചു കൂട്ടണം. പിന്നീടാണ് ഉയിർത്തെഴുന്നേൽപ്പ്, പിന്നെയാണ് മഹ്ശർ, അത് കഴിഞ്ഞിട്ടാണ് നരകം. അതിനു മുമ്പ് ഖബറിൽ തന്നെ ഇത്രയും വലിയൊരു കാലയളവ് കഴിച്ചു കൂട്ടിയാൽ അവിടെ അങ്ങനെ ഉറങ്ങിക്കിടക്കല്ല. എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും എഴുന്നേറ്റിരിക്കണം. എഴുന്നേറ്റിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് കൃത്യമായി നബി സല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം.
സത്യവിശ്വാസികൾക്ക് ഇന്ന രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും, സത്യനിഷേധികൾക്ക് ഇന്ന രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും. ഇത് നമ്മൾ ചിന്തിക്കണം. ഇതുകൊണ്ടാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിൻ്റെ അരികിൽ പോയാൽ അദ്ദേഹം പൊട്ടിക്കരയും. കണ്ണുനീരിങ്ങനെ അദ്ദേഹത്തിൻ്റെ നീണ്ട താടിരോമങ്ങളിലൂടെ ചാലിട്ടൊഴുകും. നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ഓർക്കുക, നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം ഭയപ്പെട്ട് കരയുന്നത്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളല്ലേ എന്ന് ചുറ്റുപാടുള്ളവർ ചോദിക്കും. പക്ഷേ ഖബറിൻ്റെ കെടുതിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും മോശമായ, ഏറ്റവും വഷളായ കാഴ്ച എന്ന് വിശദീകരിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ വഷളായ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഗ്രഹണ നിസ്കാരത്തിൻ്റെ ദിവസം ഖബറിലെ ശിക്ഷ അതിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഹദീസുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, രക്ഷിതാക്കൾ, പണ്ഡിതന്മാർ, സഹോദരങ്ങൾ, അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിങ്ങളായി പോയതിൻ്റെ പേരിൽ മാത്രം നമ്മുടെ രാജ്യത്തും ലോകത്തിൻ്റെ നാനാദിക്കുകളിലും ശത്രുക്കളുടെ വ്യക്തമായ ആക്രമണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും അപമാനങ്ങൾക്കും ഇരയാകുന്ന ഒരുപാട് സഹോദരങ്ങൾ നമുക്കുണ്ട്. അവർക്കെല്ലാം അല്ലാഹു അതിൽ നിന്ന് ആശ്വാസവും തുറവിയും ശത്രുക്കൾക്ക് അപമാനകരമായ പരാജയവും നൽകുമാറാകട്ടെ. അല്ലാഹു മൻസുർ ഇഖ്വാനന ഫി ഫിലസ്തീൻ, അല്ലാഹു മൻസുർ ഇഖ്വാനനൽ الضعيفون في كل أنحاء العالم. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم اسقنا غيثا مغيثا مريا نافيا غير ضار عاجلا غير عاجل. اللهم أغثنا، اللهم أغثنا، اللهم أغثنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا مرضا إلا شفيته ولا دينا إلا قضيته ولا حاجة من هوائج الدنيا والآخرة إلا قضيتها يا أرحم الراحمين. وآخر دعوانا الحمد لله.